ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അമ്മാമീസ് ഫ്ലേവേഴ്സ്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചിക്കൻ പുതിന റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് അമ്മാമി എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ ചിക്കൻ തയ്യാറാക്കാം. നന്നായി കഴുകി പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് അരി തയ്യാറാക്കാം. ഞങ്ങളിവിടെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി പേര് പോലെ തന്നെ നമ്മുടെ പുതിന റൈസിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിന. ഒരു പിടി പുതിനയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 6 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ. പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും. ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ച് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പുതിനയിലയും പച്ചമുളകും ഒരുമിച്ച് അരച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. ആദ്യമേ തന്നെ പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വനസ്പതിയും കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് സവോള ആഡ് ചെയ്യുന്നതാണ്. ആവശ്യത്തിന് സവോളയും ആവശ്യം പോലെ കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം. എത്രത്തോളം കറിവേപ്പില ആഡ് ചെയ്യുന്നോ അത്രയ്ക്ക് നല്ലതാണ്. ഇനി ഇവയെല്ലാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ച് കുഴച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ പുതിനയും പച്ചമുളകും ചേർത്തരച്ച പേസ്റ്റും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. വെള്ളം നന്നായി ചൂടാക്കി വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ പാത്രം കുറച്ചു നേരം അടച്ചു വെച്ച് വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കപ്പ് ജീരകശാല റൈസ് നന്നായി കഴുകി 10 മിനിറ്റ് കുതിർത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഉഗ്രൻ പുതിന റൈസ് ഇവിടെ തയ്യാർ. ആ പാത്രം അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ, ഒരു രക്ഷ. ഇനി ആവി പാറുന്ന പുതിന റൈസ് നല്ലൊരു സാലഡും അച്ചാറും പപ്പടും ഒക്കെ കൂട്ടി പിടിച്ചാലുണ്ടല്ലോ, നിങ്ങൾ പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും. സോ എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുതിന റൈസിൻ്റെ റെസിപ്പി ആയിരുന്നു അമ്മാമ്മ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസുമായിട്ട് അമ്മാമ്മ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി കാണാം. താങ്ക്